പ്രിയമുള്ള എന്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NSന്റെ +2 കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷൻ കോഡ് നമ്പർ 631, അതേപോലെ തന്നെ 10ാം ക്ലാസ്സിന്റെ ബേസിക് കമ്പ്യൂട്ടിംഗ് കോഡ് നമ്പർ 608 എന്നീ പരീക്ഷകളാണ് ഇനി 2024 ഏപ്രിൽ ബാച്ചിന് നടക്കാനുള്ളത്. ഏപ്രിൽ ബാച്ചിനും തുടർന്നുള്ള ബാച്ചിലൊക്കെ ഇനി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. നമുക്കറിയാം, കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു വൊക്കേഷണൽ വിഷയമാണ്. വൊക്കേഷണൽ വിഷയത്തിൽ പല വിഷയങ്ങളുണ്ട്, അതിൽപ്പെട്ട ഒരു വിഷയമാണ്. ഇതൊരു നിർബന്ധിത വിഷയമല്ല, എന്നാലും നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ് +2 കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. 100 മാർക്കിന്റെ പേപ്പറാണ്. അസൈൻമെന്റ് ഇല്ലാത്ത ഈ പേപ്പറിന് 70 മാർക്ക് പ്രാക്ടിക്കൽ ഓൾറെഡി നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി തിയറി 30 മാർക്കാണ്. അപ്പോൾ 1.5 മണിക്കൂറാണ് നമുക്ക് എക്സാം വരുന്നത്. 2:30 മണി മുതൽ 4 മണി വരെ. ചില സെന്ററുകൾ നമുക്ക് ചിലപ്പോൾ 4:30 വരെയൊക്കെ സമയം എക്സ്റ്റെൻഡ് ചെയ്ത് തരാറുണ്ട്. ഓക്കെ, എന്തായാലും 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വരുന്നത്. പഴയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഈ വൊക്കേഷണൽ വിഷയങ്ങൾക്ക് നമുക്ക് സിലബസിൽ മാറ്റമില്ല. പഴയ സിലബസ് ആയതുകൊണ്ട് പഴയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ NS കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ്ഡ് എന്ന് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡലൊക്കെ വീഡിയോ രൂപത്തിൽ ലഭിക്കുന്നതാണ്. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 4 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഓക്കെ, അതിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ 6 ചാപ്റ്റർ ആണ് വരുന്നത്. 6 ചാപ്റ്റർ നിർബന്ധമായിട്ട് പഠിക്കണം. ഇതിൽ നിന്നും ഒന്നും ഒഴിവാക്കിയിട്ടില്ല. ഇനി ഗൈഡ് വെച്ച് ഫോളോ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷന് പ്രത്യേകിച്ച് ഗൈഡ് ഒന്നുമില്ല. നമ്മൾ ഡാറ്റ എൻട്രിയുടെ ഗൈഡാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഗൈഡ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഡാറ്റ എൻട്രിയുടെ ഗൈഡാണ് 336 ഡാറ്റ എൻട്രിയുടെ ഗൈഡാണ് നമ്മൾ ഫോളോ ചെയ്യാറുള്ളത്. ആ ഗൈഡ് ഫോളോ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ഓഫീസ് ആപ്ലിക്കേഷന്റെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ആ ഗൈഡിൽ 6, 7, 8 ചാപ്റ്റർ, ആ സ്പ്രെഡ്ഷീറ്റിന്റെയും എക്സൽ കാൽക്കുലേഷന്റെയും ഒക്കെ ആ വരുന്ന ഒരു 3 ചാപ്റ്റർ ഉണ്ട്. അത് നിങ്ങൾ പഠിക്കണ്ട. ബാക്കിയുള്ള എല്ലാ ചാപ്റ്ററിലും ഗൈഡിൽ പഠിക്കണം. അതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഗൈഡിലില്ലാത്ത 2 ചാപ്റ്ററും കൂടി പഠിക്കണം. ഡാറ്റാബേസ് മാനേജ്മെന്റ്, കൊറീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ വരുന്നത് പ്ലാനിങ് ആൻഡ് ഡിസൈനിങ് ഓഫ് വെബ്സൈറ്റ്. അപ്പൊ ഇതിന്റെ നോട്ട്സ് നമുക്ക് ഗൈഡിൽ ഉണ്ടാവില്ല, ടെക്സ്റ്റ് ബുക്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതിന്റെ ക്ലാസ്സുകൾ എന്റെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. NS ഓൺലൈൻ ക്ലാസ് ഓൾ കേരള എന്ന് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്ലേ ലിസ്റ്റിൽ നമ്മുടെ എല്ലാ സബ്ജക്റ്റിന്റെയും ക്ലാസ് ഉണ്ടായിരിക്കും. അതിൽ നമുക്ക് വൊക്കേഷണൽ വിഷയത്തിന്റെ പ്ലേ ലിസ്റ്റിൽ വൊക്കേഷണൽ വിഷയം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവസാന ഭാഗത്ത് നമുക്ക് ഡാറ്റാബേസ് മാനേജ്മെന്റും പ്ലാനിങ് ആൻഡ് ഡിസൈൻ വെബ്സൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ക്ലാസ്സുകൾ കാണാൻ കഴിയും. അത് വെച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത പേപ്പറാണ് 10ാം ക്ലാസ്സിന്റെ ബേസിക് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് കോഡ് നമ്പർ 608. അത് നമുക്ക് 10 ചാപ്റ്റർ പഠിച്ചാൽ മതി. 10 ചാപ്റ്റർ ആണുള്ളത്. ഇനി അഥവാ നിങ്ങൾക്ക് അതിന്റെ ഗൈഡിൽ 15 ചാപ്റ്റർ ഉണ്ടെങ്കിൽ ആ 15 ചാപ്റ്റർ നിങ്ങൾ പഠിക്കണ്ട. ആദ്യത്തെ 10 ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കുക. ബേസിക് കമ്പ്യൂട്ടിംഗ് 70 മാർക്ക് പ്രാക്ടിക്കലാണ്, 30 മാർക്ക് തിയറിയാണ്. അതുകൊണ്ട് ഈ 10 ചാപ്റ്ററിലെ മുഴുവൻ കാര്യങ്ങൾ, ആദ്യത്തെ 10 ചാപ്റ്ററിലെ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.